പ്രവാസി ഭാരതി 1539 AM. പ്രവാസി ഭാരതി മുഖപ്രസംഗം. പൊയ്മുഖങ്ങൾക്ക് നേരെ ഒരു പോർമുഖം. ജനിക്കുന്നതിന് മുൻപ് മുതൽ മരിച്ചതിന് ശേഷം വരെ ഈ ലോകത്ത് നമ്മളിൽ നിന്ന് സർക്കാർ വസൂലാക്കുന്ന ഒരു കാര്യമുണ്ട്: ടാക്സ് അഥവാ നികുതി. ജനിച്ചു വീഴുമ്പോൾ പുതച്ചു മൂടുന്ന തുണിക്കും മരിച്ചു കിടക്കുമ്പോൾ ഉടുപ്പിക്കുന്ന തുണിക്കും വരെ ഇളവേതുമില്ലാതെ നാം നികുതി നൽകി വരുന്നു. പൊതുകാര്യങ്ങൾക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ സർക്കാർ ഈടാക്കുന്ന ഫീസാണ് നികുതി എന്ന് പറയാം. നികുതിയില്ലെങ്കിൽ പോലീസില്ല, പട്ടാളമില്ല, പൊതുവിദ്യാലയമില്ല, സർക്കാർ ആശുപത്രികളില്ല, കോടതികളില്ല, റോഡില്ല, പാലമില്ല, അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയാകും. ആ നിലയ്ക്ക് വെള്ളക്കരം പോലെ, കറണ്ട് ബില്ല് പോലെ സമാധാനമായി ജീവിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫീസ് തന്നെയാണ് നികുതി. വാർഷിക വരുമാനം 2.5 ലക്ഷത്തിന് മുകളിലുള്ളവർ ആദായ നികുതി നൽകുന്ന രാജ്യമാണ് നമ്മുടേത്. പരോക്ഷ നികുതിയുടെ കാര്യത്തിലാവട്ടെ 50 പൈസയ്ക്കൊരു മിഠായി വാങ്ങുന്ന കുട്ടി പോലും അതിൽ കണ്ണിചേരുന്നു. GST അടക്കമുള്ള വിവിധ നികുതി രീതികൾ നിയമം മൂലം പ്രാബല്യത്തിൽ വന്നവയാണ്. അതിനാൽ തന്നെ നികുതി കൊടുക്കാത്തവരുടെ മേലും നികുതി വെട്ടിക്കുന്നവരുടെ മേലും പിഴ ചുമത്താനും അവരെ തടവിലിടാനും വരെ നികുതി നിയമങ്ങളിൽ വ്യവസ്ഥയുണ്ട്. ലോട്ടറി പോലെ, ചിട്ടി പോലെ, പിരിവ് പോലെ എന്തെങ്കിലും പ്രതിഫലം ലഭിച്ചേക്കാമെന്ന വ്യവസ്ഥയിലല്ല സർക്കാർ നികുതി ചുമത്തുന്നത്. അതുകൊണ്ട് തന്നെ നികുതിയിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു നിൽക്കാനുമാവില്ല. പക്ഷേ നികുതി താങ്ങാനുള്ള ജനങ്ങളുടെ ശേഷി കണക്കിലെടുത്താവണം അതിന്റെ പരിധി നിശ്ചയിക്കേണ്ടത്. ഇന്ത്യയിൽ ആദ്യമായി നികുതിയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കമ്മീഷൻ ജനങ്ങളുടെ നികുതിക്ഷമത സംബന്ധിച്ച് നടത്തിയ നിരീക്ഷണം ശ്രദ്ധേയമാണ്. വ്യക്തികളെന്ന നിലയിൽ മുൻപ് ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ സമൂഹവുമായി ഒന്നിച്ചു ചേർന്ന് ചെയ്യാനാണ് നികുതി ചുമത്തപ്പെടുന്നത്. നികുതികളും അതുകൊണ്ട് നടത്തുന്ന ചെലവുകളും തമ്മിൽ വലിയ ഒരളവോളം ബന്ധമുണ്ടെങ്കിൽ നികുതിക്ഷമതയുടെ പരിധി കൂടുതലായിരിക്കും. നികുതി നിശ്ചയിക്കുന്നതിന്റെ പരിധി എന്തു തന്നെയാണെങ്കിലും നികുതിയായി പിരിച്ചെടുക്കുന്ന തുക ശരിയായ വിധത്തിലാണ് സർക്കാർ വിനിയോഗിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ നികുതിയെക്കുറിച്ച് ജനങ്ങൾ പരാതി പറയില്ല. നേരെ വിപരീതമായി പൗരസമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റപ്പെടുന്നില്ലെങ്കിൽ എത്ര ചെറിയ നികുതിയും സ്വാഗതം ചെയ്യപ്പെടാതെ പോകാം. 2018-19 മദ്യനികുതിയായി 14,504 കോടി രൂപയാണ് കേരളത്തിന് ലഭിച്ചത്. ലോട്ടറിയിൽ നിന്നാവട്ടെ 11,300 കോടി രൂപയും ലഭിച്ചു. 2 പ്രളയങ്ങൾക്ക് ശേഷം തനത് നികുതി വരുമാനത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. നോട്ട് നിരോധനവും GST നടപ്പാക്കലും നികുതി ലഭ്യതയെ പ്രതികൂലമായി ബാധിച്ചതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പിന്നാലെ കോവിഡ് മഹാമാരിയും എത്തിയതോടെ നികുതി വരുമാനം വീണ്ടും കുറഞ്ഞു. എന്നാൽ കേരളത്തിനാവട്ടെ ചിലവുകൾ ഏറെയാണ്. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ധനവിനിയോഗത്തിൽ കേരളം വളരെ മുന്നിലാണ്. എങ്കിലും ചില കാര്യങ്ങൾ ജനങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. ജനങ്ങളുടെ നികുതി പണത്താൽ ഓണറേറിയം വാങ്ങുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ മുതൽ മന്ത്രിമാർ വരെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് പല വികസന പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട്. അതിനുശേഷം സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് അവയൊക്കെ ചെയ്തു എന്ന രീതിയിൽ സ്വയം അഭിനന്ദനങ്ങൾ നേർന്ന് കവലതോറും ഫ്ലക്സ് ബാനറുകൾ കെട്ടുന്നത് എന്ത് തരം ധാർമ്മികതയാണ്? നികുതിദായകരായ ജനങ്ങൾ സർക്കാർ സംവിധാനത്തിന് കീഴിലെ വിവിധ ഓഫീസുകളിൽ നിന്ന് മികച്ച പെരുമാറ്റമാണ് കാംക്ഷിക്കുന്നത്. എന്നാൽ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങി ജീവിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥർ മോശം പെരുമാറ്റത്തിന്റെയും കൈക്കൂലിയുടെയും പേരിൽ ദിനംപ്രതി വാർത്തകളിൽ ഇടം നേടുന്നു. 8-10 വർഷം മാത്രം ആയുസ്സുള്ളൊരു വണ്ടി വാങ്ങുമ്പോൾ 15 വർഷത്തെ റോഡ് ടാക്സ് കൂടി നൽകാൻ ജനങ്ങൾക്ക് വിമുഖതയില്ല. പക്ഷേ റോഡുകളിൽ എന്നും കുണ്ടും കുഴിയും മാത്രമാണെന്ന തിരിച്ചറിവിൽ ആ നികുതിദായകരുടെ മനസ്സ് അസ്വസ്ഥമാകും. തീർന്നില്ല, കാലാകാലങ്ങളായി നാട് മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ സ്വന്തം മുഖം മിനുക്കാൻ വേണ്ടി പരസ്യം നൽകാൻ കോടികളാണ് ചെലവിടുന്നത്. സുപ്രീം കോടതിയിൽ കേസ് നടത്താനും മറ്റും സർക്കാർ കോടികൾ എറിയുന്നത് ഇതിനു പുറമെ. ഓർക്കണം, ഈ ചെലവിടുന്ന പണമൊന്നും അതത് പാർട്ടികളുടെ അണികൾ നൽകുന്ന സംഭാവനയല്ല. ഒരു നേതാവിന്റെയും ഭൂസ്വത്ത് വിറ്റുകിട്ടിയ പണവുമല്ല. പ്രത്യക്ഷവും പരോക്ഷവുമായ നികുതി പിരിവിലൂടെ സർക്കാർ ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന പണം തന്നെയാണിത്. ജനങ്ങൾ നൽകുന്ന നികുതി പണം. നികുതി അനിവാര്യമാണ്. പക്ഷെ നികുതി പണത്തിന്റെ വിനിയോഗം കൂടുതൽ സുതാര്യമാകേണ്ടതുണ്ട്. നാടിന്റെ പുരോഗതിയിലൂടെ നികുതിദായകൻ അത് അനുഭവവേദ്യമാവുകയും വേണം. ഒപ്പം അത് ഞമ്മളായെന്ന അവകാശവാദം ഉന്നയിക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ പോലെ ജനങ്ങൾ നൽകുന്ന നികുതിപ്പണം ഉപയോഗിച്ചുള്ള വികസനം സ്വന്തം പേരിലാക്കുന്ന രീതി ജനപ്രതിനിധികൾ ഉപേക്ഷിക്കണം. ജനങ്ങൾ അതാഗ്രഹിക്കുന്നു. പ്രവാസി ഭാരതി മുഖപ്രസംഗം. പൊയ്മുഖങ്ങൾക്ക് നേരെ ഒരു പോർമുഖം. വിവരണം K. ചന്ദ്രസേനൻ. തയ്യാറാക്കിയത് പ്രവാസി ഭാരതി എഡിറ്റോറിയൽ ബോർഡ്. പ്രവാസി ഭാരതി മുഖപ്രസംഗം ഞായറാഴ്ചകളിൽ രാവിലെ 8:55-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 6:55-നും.